അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഖൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനി. സരസ്വതി പൂജ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും പൂജ ചെയ്യും. ഈ സരസ്വതി പൂജയോട് കൂടിയാണ് നവരാത്രിയുടെ നമ്മൾ പൂജയെടുപ്പ് അടുത്ത ദിവസം പൂജയെടുക്കുമ്പോൾ ആ പൂജ ചെയ്ത് ആ പുസ്തകം ആ വാദ്യങ്ങളുമെല്ലാം എടുത്ത് നമ്മൾ അതിനെല്ലാം അവിടെ വെച്ച് പ്ലേ ചെയ്യണം. പുസ്തകങ്ങൾ വായിക്കണം. സശങ്കചക്രാം സകരീടകുണ്ടലാം സഭീതവസ്ത്രാം സരസ്വതികേക്ഷണാം. ആ രീതിയിൽ ദേവിയെ ആരാധിച്ച് ആ ദേവി മാഹാത്മ്യത്തിലുള്ള 13 അധ്യായം പാരായണം ചെയ്ത് ഈശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.